ആര് വിളിച്ചു? കമന്റില് എന്നെ വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചു നോക്ക്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മുടി മുള്ളു പോലെ, നല്ല മുള്ളു പോലെ എന്തെങ്കിലും മുള്ള പല്ലും കൂടെ ഇങ്ങനെ നമുക്ക് മാറുന്ന സ്റ്റേജ്, പല്ല് വന്ന് മാറുന്ന സ്റ്റേജും കൂടെ ആയപ്പോൾ ഇതും കൂടെ എല്ലാ കളിയാക്കലും കൂടെ ആയിട്ട് പറ്റാതെ ഒരു പോയിന്റ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. എനിക്ക് അങ്ങനെ ഒരാളെ പോയി തല്ലാനുള്ള ധൈര്യമോ അങ്ങനത്തെ ധൈര്യങ്ങളൊന്നും അന്നൊന്നും. ഞാനത് എൻ്റെ പ്രിൻസിപ്പാളോട് പോയി പറഞ്ഞു, ഞാൻ കറണ്ട് പറഞ്ഞു എന്തെങ്കിലും വിളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പാളോട് നീ ഒരു ആൺകുട്ടിയില്ല, നീ എന്തൊരു കാര്യം എന്നെ ആരും ഒന്ന് റാബോൺ ചെയ്യില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇവരെ തിരിച്ചു കളിയൊക്കെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കളിയൊക്കെ പറയും. അങ്ങനെ എൻ്റെ ലൈഫിൽ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അർച്ചന 31 ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഡേ തേർഡ് ഡേ വന്ന ദിവസം ഒരു പെണ്ണില്ല, അന്ന് 23 വയസ്സ് 24 വയസ്സുണ്ടാ ഒരു ചേച്ചി. ഞാനിങ്ങനെ ഇതിന് മോട്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കുക, ഞാനിങ്ങനെ ആക്ഷനെ കുറിച്ച് അത് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചേച്ചി ഇവൻ ഡയറക്ടറാണ് ചോദിച്ചു. അപ്പം ബേസിക്കലി ഇൻസെക്യൂർ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സമയങ്ങൾ അങ്ങനെ ഇൻസൾട്ടുകളും പരിപാടികളും കിട്ടിയത് ഇൻസെക്യൂർ ഉണ്ട്. പക്ഷെ അത് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഇതിലാണ്. ഒരു ചെറുപ്പ സമയത്തൊക്കെ അതൊക്കെ മനസ്സിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാര്യമാക്കുന്നുണ്ടല്ലോ. ആര് വിളിച്ചു? കമന്റില് എന്നെ വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചു നോക്ക്. പിന്നെ ഈ റൺവേ ഇറങ്ങിയപ്പോ എന്റെ സ്കൂളിലെ പിള്ളേര് പൊറിഞ്ചു എന്ന് വിളിക്കാറുണ്ടായിരുന്നു കുറച്ചാണ്. പൊറിഞ്ചു. പിന്നെ അധികമൊന്നുമില്ല. എന്നെ ഒന്നാമത്തെ ആ വീഡിയോ കണ്ടാൽ തന്നെ കിളിയായിരുന്നല്ലേ ചെറുപ്പത്തിലൊക്കെ, എന്തോർത്തിരിക്കാൻ. അത് നമ്മളുടെ തെറ്റ് തന്നെ ആക്ച്വലി. ഓഡിയൻസിന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മള് എത്രത്തോളം ഓഡിയൻസിന്റെ അടുത്തേക്ക് ഒരു പടം എത്തിക്കാൻ പറ്റുന്നു അതിലാണ് വിജയമുള്ളത്. പിന്നെ ചില പടങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ ഹൈപ്പിൽ ആൾക്കാർ അറിഞ്ഞിരിക്കും, അത് ഗുണമാണ്. സുമതി പോലത്തെ പടം ആ പേര് കൊണ്ടും പിന്നെ അതിന്റെ പരിപാടികൾ കൊണ്ട് നേരത്തെ ആൾക്കാരെ അറിഞ്ഞു. പലവരെ തന്നെ പറഞ്ഞ പടം എന്താ ഇറങ്ങണമെന്ന് പോലും ആൾക്കാർക്ക് അധികം പ്രോപ്പർലി സോഷ്യൽ മീഡിയ അല്ലാതെ ഓഡിയൻസിനെ അറിയണ്ടായില്ല. അപ്പം അതിനുവേണ്ടിയാണ് നമ്മളിപ്പോഴും ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ചർച്ച ചെയ്യുന്നതും നമ്മൾ ഇന്റർവ്യൂസ് കൊടുക്കുന്നതും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി. കാരണം അവരുടെ തെറ്റല്ല, നമ്മൾ ഒരു കലക്കം പരിപാടി. ഇപ്പോൾ കിഷ്കിന്താകാന്ഡം പടം ഇറങ്ങി ഫസ്റ്റ് ഡേ വന്നതിനെക്കാട്ടും എക്സ്ട്രീം ക്രൗഡായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നത്. അത് വേർഡ് ഓഫ് മൗത്ത് നല്ല പടം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസാണ്. അപ്പോൾ ഈ പടം നല്ല പടം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് ഓഡിയൻസിലേക്ക് എത്തിക്കാനാണ് നമ്മളിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേനെക്കാട്ടും ഇന്നലേക്ക് അത്യാവശ്യം ആൾക്കാർ കയറി ഫീലിംഗ് ആണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും ഒടുക്കത്തെ ഹൗസ്ഫുള്ളൊന്നും ആവണ്ട, ഒരു ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ അത് കിട്ടിയാൽ മതി. ഈ പടത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാവും. കാരണം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ. അപ്പം അതിനുവേണ്ടിയാണ് മാക്സിമം പ്രസ് മീറ്റ് വിളിക്കുന്നതും ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു നല്ല പടമാകുമ്പോൾ നമുക്കും സന്തോഷമുണ്ട് അത് പുഷ് ചെയ്യാനായിട്ട്. അതുകൊണ്ടുള്ള ഒരു സ്ട്രഗ്ലിങ്ങിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ അറിയോ, ഇപ്പൊ അല്ലാത്ത പടമൊക്കെ ഇപ്പൊ ഒരു പടം ഓഡിയൻസിന് വെക്കാത്ത പടം കിട്ടുമെന്ന് നമ്മൾ തിരിച്ച് കേൾക്കേണ്ടി വരും. ഇപ്പൊ അത് പഴയ പോലെ അല്ല, നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട്. ഇതൊരു നല്ല പടമാണ്, കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിപ്പോഴും ഇറങ്ങുന്നത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ.